നമസ്കാരം കൂട്ടുകാരെ. എന്തേലും പറയുന്നുണ്ടോ? ഇന്ന് നമ്മള് അനാമികയുടെ ഡയറക്ഷൻ കണ്ടു, അഭിരാമിയുടെ ഡയറക്ഷൻ കണ്ടു, അടുത്തതായി നമ്മുടെ മീനാക്ഷിയുടെ ഡയറക്ഷനാണ്. അപ്പൊ നമ്മുടെ ഡയറക്ഷനിൽ എപ്പോഴും ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഡയറക്ടർ വ്യത്യസ്തമായി നവരസങ്ങൾ. അതെ, നമ്മളെ ഡാൻസ് കൊണ്ട് ആർക്കും ബോറടിക്കത്തൊന്നുമില്ല. എന്നാലും ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടെ വെറൈറ്റി ആയിട്ട് ഇതും ഇഷ്ടപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പുതിയൊരു ക്രിയേഷൻ കൊണ്ടുവന്നതാണ്. അതെ അതെ, എന്തായാലും നമ്മള് നവരസം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നവരസത്തില് നമ്മള് 9 എണ്ണല്ലേ ഉള്ളത്. അതില് 2 എണ്ണം വീതം ഓരോരുത്തരും ഓരോ സീൻ ക്രിയേറ്റ് ചെയ്ത് പറയും. അതിൽ എനിക്ക് മാത്രം ഒന്നേ ഉള്ളൂ. കാര്യം നമ്മൾ 5 പേര് ഡയറക്ടർ ആണല്ലോ. അപ്പൊ അവസാനം പിടിച്ചപ്പോ ഒന്നേ ഉള്ളൂ. ചുമ്മാ കള്ളത്തരമാണ്. തിരിഞ്ഞിരിക്കാം. അതുകൊണ്ട് ഇപ്പൊ ഓരോരുത്തർ വന്ന് അവരുടെ സീൻ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞ് അവര് തന്നെ അഭിനയിച്ചു. ഒരു കാര്യം നമ്മൾ ഇപ്പോഴേ എടുത്തു പറഞ്ഞേക്കാം, നമ്മൾ നോർമലി ശാസ്ത്രീയ നൃത്തത്തിൽ ചെയ്യുന്നത് പോലെ അത്രയും ആ ഒരു ശാസ്ത്രീയത നിർത്തിക്കൊണ്ടായിരിക്കില്ല, കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ നോർമൽ ലൈഫിൽ ആ ഒരു എക്സ്പ്രഷൻസ് എങ്ങനെയാ വരിക അങ്ങനെയുള്ള രീതിയിലായിരിക്കും എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അത് ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ആവുമോ എന്നുള്ളത് അതെ അറിയില്ല. അവസാനം അത് ചെയ്ത് പരമാവധി ആ ഒരു രീതി തന്നെ എടുക്കാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. നമ്മളൊന്ന് നോക്കട്ടെ, ഓക്കെ ആവുമായിരിക്കും അല്ലേ? അതെ, ഒരു ആത്മവിശ്വാസത്തോടെ ചെയ്യാം. അതെ, ഓക്കെ. അപ്പോൾ ആദ്യമായി ശ്രീലക്ഷ്മി അതിൽ തന്നെയുണ്ട്. ശ്രീലക്ഷ്മി ശൃംഗാരം. ഓക്കെ, അപ്പൊ ടാറ്റ. ശ്രീലക്ഷ്മി ചെയ്യട്ടെ. ഇങ്ങനെ ഒന്ന് ചിരിപ്പിച്ച് സഹായിക്കണം കേട്ടോ ആദ്യം വരുമ്പോ. ഞാൻ നിത്യതി ശ്രീലക്ഷ്മി. എനിക്ക് കിട്ടിയിരിക്കുന്നത് 2 രസങ്ങളാണ്. ആദ്യത്തെ 2 എണ്ണം. ഒന്നാമത്തത് ശൃംഗാരവും 2 ഹാസ്യവും. ഒന്നാമത്തെ ശൃംഗാരത്തിൽ നമ്മൾ കുറേയേറെ അതിനകത്ത് പ്രണയ ചേഷ്ടകളാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമല്ലേ? അങ്ങനെയല്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈ നാണം ശൃംഗാരം വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് ഇതൊക്കെയാണ് സാധാരണ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നോർമലി ഒരു പ്രണയിനി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ചുറ്റിനും കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രണയിക്കുന്ന ആള് വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കൂട്ടുകാരിൽ നിന്ന് പറയുന്നുണ്ട് ആളെത്തി എന്നുള്ളത്. അപ്പോൾ ഉള്ളൊരു എക്സ്പ്രഷനും ഒരു കള്ളനോട്ടവും അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല, നോക്കാം. ഓക്കെ, നോർമലി നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് ആള് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത് ഹാസ്യം. സക്സസ്. ഹാസ്യം എപ്പോഴും ഒരുപാട് നമ്മൾ ചിരിക്കുന്നത്, ചിരി, തമാശ, ഭയങ്കരമായുള്ള സന്തോഷം, അതാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഡയറക്ടർ മീനാക്ഷി ആണല്ലോ. അപ്പം മീനാക്ഷി കണ്ടിട്ടുള്ള എൻ്റെ ചിരി, മീനാക്ഷിയുടെ ഫേസ് കാണുമ്പോൾ ഉള്ളൊരു ചിരി, ഇത് തന്നെ ഹാസ്യം. നാച്ചുറലാ, കണ്ടപ്പോഴേ വന്നു, പ്രത്യേകിച്ച് ഇടേണ്ടി വന്നില്ല. അടുത്തതായി നിത്യതി മീനാക്ഷി. ഓക്കെ, മീനാക്ഷി എന്താണ് ചെയ്യാൻ പോകുന്നത്? കരുണം. അതായത് എനിക്ക് ഈ കൂട്ടത്തിൽ കൂടുതലായിട്ടുള്ള ഭാവം. നമ്മൾ നേരത്തെ ഒരു ഷോട്ട് എടുത്തായിരുന്നു, അതിൽ ഓക്കെ ആയില്ല. അതിൽ ഞാൻ മുന്നേ പറഞ്ഞത് ഒന്നും കൂടി പറയാം. മീനാക്ഷിക്ക് തീരെ ഇല്ലാത്ത ഭാവം. എനിക്കത് ഉണ്ട് എന്നുള്ള വിശ്വാസം, ആത്മവിശ്വാസം എനിക്കുള്ളത് കൊണ്ട് അത് പെർഫെക്റ്റ് ആവുമെന്നാണ് മീനാക്ഷി പറയുന്നത്. പക്ഷെ ഈ കൂട്ടത്തിൽ ആർക്കും വിശ്വാസം ഇല്ല ആ കാര്യം. അത് അനാമികയുടെ മാത്രം ഒരു തോന്നലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലല്ല, ഷൂട്ട് ചെയ്യുന്ന ശ്രീലക്ഷ്മിക്ക് അതേ തോന്നലുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അഭിരാമി അഭിരാമി പറയൂ. കരുണം ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, ജീവിതമാണല്ലോ നമ്മള് അഭിനയിക്കാൻ പോകുന്നത്. പിന്നെ അതുണ്ട് എന്ന് പറയുന്നതിന് വലിയൊരു നമുക്ക് വേണ്ടല്ലോ. അനാമിക, ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നമ്മുടെ ഈ രസങ്ങളില് എല്ലാത്തിനും ഒരു സ്ഥായി ഭാവം അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടൊരു ഭാവം ഉണ്ടല്ലോ. അപ്പോ ഞാൻ ചെയ്യുന്ന കരുണയുടെ അടിസ്ഥാന ഭാവം അല്ലെങ്കിൽ സ്ഥായി ആയിട്ടുള്ള ഭാവം അതെനിക്കറിയാം. എന്താ? ദുഃഖം. ഈ ദുഃഖം എന്ന് പറയുമ്പോ എന്തൊക്കെ പല ടൈപ്പ് ഓഫ് ദുഃഖം ഉണ്ട്. അതായത് നമുക്ക് ചില ചെറിയ കാര്യങ്ങളിൽ ഇപ്പൊ ഒരു കുട്ടിയെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഏറ്റവും ദുഃഖം? അതായത് ആ ഒരു ചോക്ലേറ്റ് കിട്ടിയില്ല, അത് ഏറ്റവും വലിയ ദുഃഖമാണ്. അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് ദുഃഖങ്ങൾ നമുക്ക് ഇതിൽ പറയാവുന്നതാണ്. അതെ, അപ്പോൾ
വിശപ്പിന്റെ അതാണ് ഞാനിപ്പോ ചെയ്യുന്നത്, വിശപ്പിന്റെ ദുഃഖം. അത് പക്ഷേ ഞാൻ സഹായിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ കുട്ടി വന്ന് ചെയ്യുന്നത് അത് ഞാൻ ചെയ്യില്ല. എന്റെ സഹായം എങ്ങനെ ആയിരിക്കും എന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കാണാം. അപ്പൊ നമുക്കൊന്ന് കാണാം. അപ്പൊ ആക്ച്വലി ഞാൻ ഇവിടെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ കുട്ടി വന്ന് വിളിക്കുന്നതാണ്. എത്രത്തോളം അത് ഓക്കെ ആവും എന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് അപ്പോൾ കൂട്ടുകാരെ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വീഡിയോ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു അഭിനയതലം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ട് അറിയിക്കണം കേട്ടോ. അതുപോലെ ബാക്കി 3 പേരുടെയും വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.